ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് രസത്തിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് രസം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ കുറേ പ്രോസസ്സ് ഉണ്ടാവുന്നു. ഇല്ല കേട്ടോ, അത് പേര് പോലെ തന്നെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഒപ്പം 3/4 ടീസ്പൂണോളം നല്ല ജീരകം, പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 വറ്റൽമുളക്. അപ്പോൾ 2 വറ്റൽമുളക് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പോരായ്മ തോന്നി, അതുകൊണ്ട് ഞാൻ 2 എണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ 2 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ, നന്നായിട്ട് വറുക്കണേ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടിട്ടാണേ. അപ്പോൾ അത്യാവശ്യം വറുത്ത് ഈ ഒരു പരുവത്തിൽ വറുത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാൻ പോവുകയാണേ. പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ ഞാനൊരു അത്യാവശ്യം നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി കേട്ടോ 2 കപ്പ് വെള്ളത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴിഞ്ഞ് 2 കപ്പ് പുളിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടണം. അപ്പോൾ ഞാനിവിടെ ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട്. അത് തുണ്ടൊന്നും കളയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ പൊടിയിൽ നിന്ന് ഒരു 3 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ട് ഇല്ല കേട്ടോ, പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പറയും രസം തിളക്കാൻ പാടില്ല, പുളി ഇറങ്ങും എന്നൊക്കെ. പക്ഷേ ഈ രസം നമ്മൾ ഇങ്ങനെയാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. നമ്മളായിട്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേകണം, അത്ര സമയം മാത്രം കുക്ക് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക്, പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണ്ടേ. അപ്പോൾ കറിവേപ്പിലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ആ രസത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരുപാട് പ്രോസസ്സൊന്നുമില്ല. ഇനി ഞാനിതൊന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിടുമ്പോൾ മല്ലിയില ഒട്ടും നിർബന്ധമില്ല. മല്ലിയില ഇടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ രസം നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കും പോലെ എല്ലാ രസത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് വെറുതെയൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി രസമാണ്. എപ്പോൾ രസം കുടിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയല്ലേ, വേറെ പുറത്തുനിന്ന് വലിയ നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ട. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലാണ് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അഥവാ ഇനി ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.